നമ്മൾ രണ്ടുപേരും സ്നേഹിച്ചത് ഓർമ്മയുണ്ടോ? നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുമായിരുന്നല്ലോ. ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോ 1 മാസത്തിന് ശേഷം വന്ന് എന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ വാങ്ങി നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. നീയും എന്റെ അനിയത്തെ പോലെ വെറുതെ കഥ പറഞ്ഞുണ്ടാക്കുകയാണല്ലേ? ഇത് കഥയല്ല, ഇതാണ് സത്യം. എന്റെ കുഞ്ഞിന് ജന്മം നൽകിയ അച്ഛനെ അന്വേഷിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഏട്ടാ, വഴിയിൽ തലചുറ്റി വീണെന്ന് പറഞ്ഞ് ഏട്ടൻ തന്നെയല്ലേ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? ഇഞ്ചക്ഷൻ കൊടുത്താ പെട്ടെന്ന് തന്നെ കണ്ണു ഉറക്കുമല്ലോ ഡോക്ടർ. ഇപ്പൊ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പാടില്ല. കാരണം എന്തെന്നാ, ഇവര് പ്രഗ്നന്റ് ആണ്. അത് ശരിയാണല്ലോ. അല്ല, നമ്മൾ ഇവിടെ ഒരു ഡോക്ടറെ കാണിച്ചതാണല്ലോ. അപ്പോ ഇവള് ഗർഭിണിയാണെന്ന് പറഞ്ഞല്ലേ? ഏട്ടന് ശിവാനി കാസർഗോഡ് പോയപ്പോ നമിതയെ പെട്ടെന്ന് കാണാതെ പോയി. അവിടെ നിന്ന് ദേവരാജ് എന്നെ കടത്തിക്കൊണ്ടുപോയി ഗോഡൌണിൽ പൂട്ടിയിട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. ആ ദൈവം വേറെ ആരുമല്ല, മുകുന്ദൻ അമ്മാവനായിരുന്നു. എന്റെ അച്ഛനോ? അച്ഛനെപ്പോഴും ഹോസ്പിറ്റലല്ലേ ഉള്ളത്? അദ്ദേഹത്തിന് ഇതുവരെ ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടില്ലല്ലോ. ഓർമ്മശക്തി തിരിച്ചു കിട്ടി. വീട്ടിലേക്ക് വരുമ്പോ ഗോഡൌണിൽ പൂട്ടിയിട്ടിരുന്ന നമിതയെ കണ്ടുമുട്ടി. അവിടെ അബോർഷനായി കിടന്ന നമിതയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് കരുതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ഇപ്പൊ ഗർഭിണിയല്ലേ? എടാ, ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തെന്ന് പറയുന്നു, ഒരല്പം പോലും ലജ്ജിക്കാതെ ചിരിച്ചോണ്ടിരിക്കുന്നു. ചിരിക്കാതെ പിന്നെ ഞാൻ എന്താ പറയേണ്ടതല്ലേ? ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ലക്ഷ്മിയെ കല്യാണം കഴിക്കാൻ ഞാൻ ഇത്രയധികം ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഏതോ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് ചതി, വഞ്ചന, ആഘോഷം എന്നൊക്കെ പറഞ്ഞ് എന്റെ മേൽ കുറ്റം ചുമത്തി എന്റെ ഭാവി തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്റെ അനിയത്തി സ്വന്തം ചേട്ടനെതിരെ തന്നെ കുറ്റം ചുമത്തുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ കള്ളക്കഥകൾ കേൾക്കുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. ഒരു കെട്ടുകഥ പറയാനായിട്ട് ഒരു പെണ്ണിന്റെ ജീവിതം വെച്ച് കളിക്കേണ്ട എന്താവശ്യമാണുള്ളത് ദേവ? അതാണ് എനിക്ക് മനസ്സിലാവാത്തതറിയാം. ഞാൻ അവളെ ചതിച്ചിട്ടുണ്ടെന്ന് ഒരേ ഒരു തെളിവ് എനിക്ക് കാണിച്ചു തരാൻ പറ. എങ്കിൽ ഞാൻ സമ്മതിക്കാം. എങ്കിൽ ഞാൻ മാത്രമല്ല അളിയ, നിങ്ങളും വിശ്വസിക്കാം. ഇങ്ങനെയുള്ള കള്ളക്കഥകളൊക്കെ കേട്ട് ദേവതയെ പോലുള്ള ലക്ഷ്മിയെ കൈവിടാൻ എനിക്ക് ഒരിക്കലും ആവില്ല അളിയ. നിങ്ങൾക്ക് ആവശ്യം തെളിവുകളല്ലേ? കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻസ്പെക്ടർ സാർ, എന്റെ മോനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസിനെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുവാണോ? തെളിവെന്ന് പറഞ്ഞിട്ട് പോലീസുകാരനെയാണോ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ദേവരാജ് ഏട്ടൻ അവളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ നമിത കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം സർ, 2 പെൺകുട്ടികളുടെ ജീവിതം ബന്ധപ്പെട്ട് കിടക്കുന്നത് സാറിന്റെ ഒരു ഒറ്റ വാക്കിലാണ്. സത്യം എന്താണെന്ന് പറയൂ സർ. പറയൂ സർ. നിങ്ങൾ ധൃതി കാണിച്ചു എന്ന് പറയാനാണ് മാഡം ഞാൻ വന്നത്. നമിത കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. പക്ഷേ അത് ദേവരാജിനെതിരെയല്ല.
സാർ എന്താ ഈ പറയുന്നേ? അതെ മാഡം, അയാളുടെ പേര് ദേവരാജൻ എന്നല്ല, ബാബുരാജൻ എന്നാണ്. ബാബു രാജ്? അത് ബാബുരാജ് അല്ല, ഈ ദേവരാജാണ്. അല്ല മാഡം, ബാബുരാജ. അത് ശരി, നിങ്ങള് കംപ്ലൈന്റ് തന്നവർക്കെതിരെയല്ലേ സംസാരിക്കേണ്ടത്? പക്ഷെ ഇവിടെ വന്ന് ഇവരോട് തർക്കിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ ആളെ മാറ്റി സംസാരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനില് കംപ്ലൈന്റ് ഉണ്ടല്ലോ അല്ലേ? കംപ്ലൈന്റ് എന്ന പേപ്പർ കൂടെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതായത് നോക്കൂ. ഇൻസ്പെക്ടർ സാർ, ഈ ലെറ്റർ ഈ പെൺകുട്ടി തന്നെയാണോ എഴുതിയത്? അതെ, ഇവര് തന്നെ സ്റ്റേഷനിൽ ഒന്ന് എഴുതി തന്നതാണ്. മുത്തശ്ശി, ദേ കാണ്. അച്ഛാ, കാണ്. അമ്മയും കാണ്. ചെറിയച്ഛ, നോക്ക്. ഈ കംപ്ലൈന്റ് ഒന്ന് വായിച്ചു നോക്ക്. പാവം, ഈ പെൺകുട്ടിയെ ചതിച്ചത് ഏതോ ബാബുരാജാണ്. അവനെ കിട്ടാത്തത് കൊണ്ടാണ് ഇവൾ ഈ ദേവരാജന്റെ അടുത്ത് വന്നത്. നമ്മുടെ കുടുംബക്കാർക്കിടയിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാ ഞാൻ ആദ്യത് നിങ്ങളെ കാണിച്ചത്. നമിതയെ വഞ്ചിച്ച് ഗർഭിണിയാക്കി എന്നിവിടെ പറഞ്ഞോണ്ടിരിക്കുമ്പോ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലേ മുത്തശ്ശി? ഗൗതമേട്ടനും പറഞ്ഞത് കേട്ടില്ലേ? അന്ന് അവള് തല കറങ്ങി വീണപ്പോ ഡോക്ടറെ കാണിച്ചിരുന്നു എന്നൊക്കെ. അന്ന് ഡോക്ടറും ചേട്ടനോട് പറഞ്ഞതല്ലേ ഈ പെണ്ണ് പ്രഗ്നന്റ് ആണെന്ന്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? DNA ടെസ്റ്റ് എടുത്താ തെറ്റ് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. നീ എന്താ ശിവാനി പറയുന്നേ? കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണോ നീ സംസാരിക്കുന്നത്? ആ കുട്ടിയാണെങ്കിൽ അബോർഷൻ ആയില്ലേ, പിന്നെ എങ്ങനെ DNA ടെസ്റ്റ് എടുക്കുന്നേ? പാവം, കാസർഗോഡ് നിന്ന് ഇൻസ്പെക്ടർ സാർ വന്ന എന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ശിവാനിയോ ആ തെറ്റ് സമ്മതിക്കാനും പറയുന്നു. നന്നായി, മുഹൂർത്തം നോക്കാനായി ജോത്സ്യര് വീട്ടിൽ വന്നിരിക്കുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഒരൊറ്റ അടിയില് നിന്റെ പല്ല് മുഴുവൻ താഴെ വീണേനെ. ഗൗതമളിയ, എന്റെ അനിയത്തി ശിവാനിയെ കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാലോ അല്ലേ? നിങ്ങളോടുള്ള ദേഷ്യം അവൾ എന്നോടുള്ള ദേഷ്യമായിട്ട് കാണിച്ച് നിങ്ങളുടെ അനിയത്തിന്റെ കല്യാണം മുടക്കാൻ ശ്രമിക്കുകയാണ്. ചേട്ടന്റെ അനിയത്തിയും ചേട്ടനോട് പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഏട്ടന്റെ ഒരു മുഖമേ കണ്ടിട്ടുള്ളൂ, മറ്റൊരു മുഖം കൂടി ഉണ്ടെന്ന് ഓർത്തോ? അതിരിക്കട്ടെ, എന്റെ ഏട്ടനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ജീവിതം പാഴായി പോകുന്നാ പറഞ്ഞോണ്ടിരിക്കുന്നേ. ഒരു രാജ്യത്തിലെ രാജാവിന് 4 സഹോദരിമാരുണ്ടായിരുന്നു. എന്താ ഇത് നമ്മുടെ കഥ പോലെയാണല്ലോ ഉള്ളത്. ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ആദ്യം നമുക്ക് കല്യാണ ദിവസം കുറിക്കാളിയാ. ഞാൻ പറയുന്നത് കേട്ട് നീ തെറ്റിദ്ധരിക്കണ്ട. എൻ്റെ സഹോദരിയുടെ കല്യാണക്കാര്യം ആയതുകൊണ്ട് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ശിവാനിക്ക് എന്നോട് നല്ല ദേഷ്യം കാണുമായിരിക്കും.
പക്ഷേ എൻ്റെ സഹോദരിയുടെ അടുത്തില്ല. ലക്ഷ്മിക്ക് ദേവനെ അല്ലാതെ വേറെ ആരെയും ഭർത്താവായിട്ട് കിട്ടില്ല എന്ന് പലതവണ ശിവാനി എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇവളെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു. എനിക്ക് അന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. ശിവാനി ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് വേണ്ടി അവളുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തോ ആൾമാറാട്ടം നടത്തിയതാണെന്ന് പറഞ്ഞില്ലേ ഗൗതം? നീ ധൃതി പിടിച്ച തീരുമാനമൊന്നും എടുക്കണ്ട. ഇല്ല മായി, ഈ നിൽക്കുന്ന ശിവാനിയെ പറ്റി എനിക്ക് നന്നായിട്ടറിയാം. മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് പുറത്ത് മറ്റൊന്നും ഒരിക്കലും കാണിക്കില്ല. ശിവാനിയുടെ ഭാഗത്ത് സത്യമുണ്ട്. ഇതേതോ ആൾ മാറാട്ടമാണെന്ന് വിശ്വസിച്ച് ധൃതി പിടിച്ച് എന്റെ സഹോദരിയെ ഈ വീട്ടിലോട്ട് കെട്ടിച്ചു വിട്ടിട്ട് അതോർത്ത് വിഷമിക്കാൻ എനിക്കും പറ്റില്ല. അതിന്റെ പേരിൽ അവളെ കരയിപ്പിക്കാനും വയ്യ. ദേവന് മേലെ ആരോപണം ഉന്നയിച്ച 2 പെൺകുട്ടികളും തെളിവൊന്നുമില്ലാതെ വെറുതെ നിൽക്കുന്നു. അതുകൊണ്ട് ഇത് ഞാൻ തൽക്കാലം വിശ്വസിക്കുന്നുമില്ല, വിശ്വാസത്തിൽ എടുക്കുന്നുമില്ല. എന്നുവെച്ചാ എന്റെ ലക്ഷ്മി തന്നെയാണ് എനിക്ക് വലുത്. ഇപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? കല്യാണം വേണ്ടാന്ന് പറഞ്ഞാൽ അയ്യോ മോനെ കല്യാണത്തിന് സമ്മതിക്കുന്നു പറഞ്ഞ് നിന്റെ കാല് പിടിച്ച് അപേക്ഷിക്കുമെന്നാണോ നീ കരുതിയേ? ഇതിലെങ്കിലും നിങ്ങൾ ന്യായത്തിന്റെ കൂടെ നിൽക്കണം. നിങ്ങളുടെ പേരക്കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാവം പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് പറയും. ഗൗതം, തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ടല്ലോ. ചിലരൊക്കെ ഇവിടെ പറയുമ്പോൾ മറ്റു ചിലർ അത് തള്ളിക്കളയുന്നു. കുറച്ച് നാളത്തേക്ക് ലക്ഷ്മിയുടെയും ദേവരാജിന്റെയും കല്യാണം നടത്തണമെന്നുള്ള കാര്യവും പറഞ്ഞ് ആരും മുന്നോട്ട് വരണ്ട. അല്ലളി, അത് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് എപ്പോ എനിക്ക് വിശ്വാസം വരുന്നോ ആ സമയത്ത് നമുക്ക് നല്ലൊരു മുഹൂർത്തം കുറിക്കാം. ഇതാണ് എന്റെ തീരുമാനം. നോക്ക് ഗീത ചേച്ചി, നിങ്ങളുടെ മകള് തന്നെ നിങ്ങളുടെ മകൻ തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോ തെളിവുകൾ ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്കത് വിശ്വസിക്കേണ്ടി വരും. ധൃതി പിടിച്ച് കല്യാണം കഴിച്ചിട്ട് പിന്നെ അതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ലക്ഷ്മി, വാ നമുക്ക് പോകാം. ഗൗതം വന്നേ. വാ മോളെ. ഗൗതം, ലക്ഷ്മി, ഗൗതം. ഗൗതമേട്ടാ, ചേട്ടൻ അറിയാതെ തന്നെ ലക്ഷ്മിയെ ഞാൻ രക്ഷിച്ചു. ദേവരാജനൊരു മൃഗമാണെന്ന് തെളിയിക്കാൻ എനിക്കൊരു അവസരം കിട്ടി. അടുത്ത തവണ തെളിവുകളോടെ വന്ന് നിങ്ങളുടെ തനി നിറം ഞാൻ കാണിക്കും. അതെ, ഞാൻ രാഹുകാലത്തിലാണ് വന്നതെന്ന് തോന്നുന്നു. പോയിട്ട് പിന്നെ വരാം. ശരി, എന്നാ എന്തൊക്കെയാണോ നടക്കുന്നത്? നമ്മൾ രണ്ടുപേരും സ്നേഹിച്ചത് ഓർമ്മയുണ്ടോ? നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുമായിരുന്നല്ലോ. ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോ 1 മാസത്തിന് ശേഷം വന്ന് എന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ വാങ്ങി നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. എന്റെ കുഞ്ഞിന് ജന്മം നൽകിയ അച്ഛനെ അന്വേഷിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഏട്ടാ, ഏട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? ഒന്നുമില്ല മോളെ. കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോകേണ്ട നീ ഇപ്പോഴത്തെ വീണ്ടും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഏട്ടാ, ഗീതാമ്മായി വേറെ ആരും അല്ലല്ലോ, നമ്മുടെ സ്വന്തം അമ്മായിയല്ലേ. കല്യാണ ആലോചനയ്ക്ക് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ രക്തബന്ധം ആയതല്ലേ. ആ വീട് ഭർത്താവിന്റെ വീടാണെന്നും ഇത് പിറന്ന വീടാണെന്നും ഒക്കെ ആലോചിച്ചുകൊണ്ട് നിന്നാ ഏട്ടന്റെ ആരോഗ്യം എന്താവുന്നു വല്ല വിചാരമുണ്ടോ? ആ പറഞ്ഞത് ശരിയാ ചേച്ചി. ഏട്ടാ, ദേവരാജൻ ചേട്ടനെ കുറിച്ച് മഞ്ഞൾ ചടങ്ങിന്റെ അന്നേ ഞങ്ങൾക്ക് സംശയം തോന്നിയതാ. അതെ ഏട്ടാ,
ദേവേട്ടന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്കൊരു ലേഡി ഹാൻഡ് ബാഗ് കിട്ടി. ശിവാനിയുടേതാണെന്ന് ഞാനും അല്ലെന്ന് ദുർഗയും പറഞ്ഞു. ഞങ്ങൾ തർക്കിച്ചോണ്ടിരുന്നപ്പോ ദേവേട്ടൻ വന്ന് ഞങ്ങളോട് ദേഷ്യപ്പെട്ടു. ഈ ബാഗ് ആരാ എടുക്കാൻ പറഞ്ഞത്? ഇത് ആരോട് ചോദിച്ചിട്ട് ഓപ്പൺ ചെയ്തത്? അത് ആരുടെ ബാഗാണെന്ന് ഞങ്ങള്... ആരുടെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതെടുത്ത് ഓപ്പൺ ചെയ്യണോ വേണ്ടത്? എന്താ ചേച്ചി ഏട്ടനോട് മുഴുവനും പറയാത്ത? ദേവേട്ടൻ എന്നെ അടിച്ചില്ലേ? ഏയ്, ഇതൊക്കെ എന്തിനാടി ഇപ്പൊ പറഞ്ഞ ഏട്ടനെ ദേഷ്യപ്പെടുത്തുന്നേ? ഈ കാര്യം ഇപ്പോഴല്ല പറയേണ്ടത്, അന്ന് മഞ്ചൽ ചടങ്ങ് നടന്ന ദിവസം പറയേണ്ടിയിരുന്നു. അന്ന് ഓടിപ്പോയ വിജയനെ ഉണ്ടല്ലോ, ഗൗതമേട്ടൻ എങ്ങനെയാ തല്ലിയതെന്ന് നിങ്ങൾ കണ്ടതല്ലേ? അതേപോലെ നിങ്ങളുടെ ദേവേട്ടനെ അടിച്ച് പാൽഗോവ കൊടുത്തേനെ. അതൊക്കെ എന്തിനാ കൊടുക്കുന്നേ? വായടപ്പിക്കാൻ വേണ്ടിയോ? നന്ദുവേട്ടനെ ഏത് സമയത്ത് എന്ത് പറയണമെന്ന് അറിയില്ല. സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ഒരു സംസാരിച്ചോളൂ. എന്ത് കാര്യമാണെങ്കിലും അത് എന്നോട് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചോണ്ടിരുന്നാൽ അത് അറിയുമ്പോൾ ഞാൻ എത്രമാത്രം വിഷമിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? സാരമില്ല ഏട്ടാ, വിട്ടേക്ക്. നടക്കാനുള്ളത് നടന്നല്ലേ പറ്റൂ. ഏട്ടൻ ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്നോർത്ത് ഞങ്ങള് ഒരുപാട് പേടിച്ചുപോയി. കുറച്ചു നാളത്തേക്ക് ഈ കല്യാണ കാര്യമൊന്നും ആലോചിക്കണ്ട ഏട്ടാ. ഇവിടെ ആർക്കും വിഷമമൊന്നും ഇല്ലല്ലോ. നിന്റെ കല്യാണം ആദ്യം നടത്തണമെന്ന് വിചാരിച്ചിട്ട് ഈ ഏട്ടന്റെ കല്യാണമാണല്ലോ മോളെ ആദ്യം കഴിഞ്ഞത്. നിന്നെ നല്ലൊരു വീട്ടിലേക്ക് കെട്ടിച്ചയക്കുമെന്നും പറഞ്ഞിട്ട് ഇന്ന് അതേ വീട്ടിൽ നിന്ന് എന്നെ നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വരേണ്ടി വന്നു. നിന്റെ മനസ്സിലെ ആഗ്രഹം പോലെ ദേവരാജനെ കല്യാണം കഴിക്കാൻ ഞാനൊരു വിലങ്ങ് തടിയായെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. ഏട്ടാ, ദയവേത് ഇനി ഇങ്ങനെ ഒരു കാര്യം പറയരുത്. കുഞ്ഞുനാൾ മുതലേ അറിയാവുന്നുള്ളത് കൊണ്ടാ ദേവേട്ടനെ കല്യാണം കഴിച്ച കൊള്ളാന്ന് തോന്നിയത്. രണ്ട് കുടുംബങ്ങൾക്കും ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഒന്നാവൂന്ന് കരുതി. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് സ്നേഹം കൊണ്ടല്ല ഏട്ടാ, വേണ്ടപ്പെട്ടവരല്ലേന്നോർത്ത് സമ്മതിച്ചതാവും. ഏട്ടൻ എന്ത് ചെയ്താലും അത് ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയെന്ന് എന്താ ഞങ്ങൾക്കറിയില്ല ഏട്ടാ. അല്ല, ആ പോലീസുകാരൻ തെറ്റ് ചെയ്തെന്നുള്ളത് സത്യമാണോ? ശിവാനി ചേച്ചി കള്ളം പറയില്ല. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നെന്ന് വെച്ചാ, ലക്ഷ്മിയുടെ കല്യാണം നടക്കാൻ പാടില്ലെന്ന് മുമ്പ് തന്നെ ശിവാനി പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ. മനസ്സിൽ എന്തൊക്കെയോ സൂക്ഷിച്ചിട്ട് അങ്ങനെയൊക്കെ പറയുന്നതെന്നാ ഞാൻ കരുതുന്നേ. ശിവാനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ചിലപ്പോൾ ശിവാനിക്ക് എന്നോട് ദേഷ്യമുണ്ടായിരുന്നിരിക്കാം, പക്ഷെ എൻ്റെ സഹോദരിമാരോട് അവൾക്ക് സ്നേഹമാണ്. ഒരിക്കലും തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. അതുമാത്രമല്ല, ഭരതരാജൻ അമ്മാവൻ്റെ മകൻ്റെ മേലെ ആരും വെറുതെ ഇങ്ങനെ ഒരു പഴി ചാരില്ലല്ലോ. വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ശിവാനി വെറുതെ നിന്നേ ഉള്ളൂ. ഇല്ലായിരുന്നെങ്കിൽ ശിവാനി എത്ര ധൈര്യമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം. ഏട്ടാ, നടന്നതൊക്കെ വേറൊരു സ്വപ്നമായി കരുതിയാൽ മതി. ദേവേട്ടനും നമിതയും തമ്മില് ഒരു ബന്ധവും ഇല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞാ ഏട്ടൻ കണ്ട സ്വപ്നം ഫലിക്കട്ടെ. ഗൗരി, രാവിലെ ആഹാരം വെച്ച പാത്രമൊക്കെ ഇരിക്കുകയല്ലേ, അതൊക്കെ പോയി കഴുകി വെക്ക്. ഞാൻ തുണി കഴുകിയിടാം. ശ്രീദേവി, നീ ചെന്ന് ഏട്ടന്റെ ഷർട്ട് തേച്ച് വെക്ക്. ദുർഗ, നീ എന്റെ കൂടെ വാ, നിനക്ക് ഒരുപാട് ജോലി ചെയ്തു തീർക്കാനുണ്ട്. എന്താ എല്ലാരും നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ചെല്ലേ. പോ, നീ വന്നേ. ഗൗതമേട്ടാ, ആണുങ്ങൾക്ക് ശക്തി ഉണ്ടാവും, പക്ഷെ പെണ്ണുങ്ങളുടെ അത്ര ധൈര്യം ഉണ്ടാവില്ല. വേണ്ട മുത്തശ്ശി, മുത്തശ്ശി വിടും മുത്തശ്ശി. എന്തിനമ്മ ഇങ്ങനെ അടിക്കുന്നേ? അവളെ കൊല്ലേണ്ടെന്ന് കരുതിയ അടി കൊടുത്ത് നിർത്തിയത് ഗോവിന്ദരാജ്. നിങ്ങൾ എന്നെ കൊന്നാലും സാരമില്ല, സത്യം എന്നെങ്കിലും പുറത്തു വരും. എന്തിനടി ഇവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ അടി വാങ്ങുന്നേ? എന്തിനടി നിന്റെ മരണം നീ തന്നെ വിളിച്ചു വരുത്തുന്നേ? വലിമേ,
ഞാൻ കല്യാണ ദിവസം തന്നെ മരിച്ചു പോകണമായിരുന്നു. പക്ഷേ നിങ്ങൾ എന്നെ രക്ഷിച്ചു. ഇപ്പൊ ഞാൻ ജീവനോടെ ഉണ്ടല്ലോ. ഒരു പെണ്ണിനെ അന്യായം ചെയ്യാൻ ശ്രമിക്കുന്ന ആരായിരുന്നാലും ശരി, അവരെ ഞാൻ വെറുതെ വിടില്ല. എന്താടി ഇതൊക്കെ? നീ മിണ്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് ശിവാനി. നിന്റെ ചേച്ചിയുടെ ഭർത്താവ് പ്രദീപിനെ സംശയിച്ച് നീ മരണം മുന്നിൽ കണ്ടു വന്നിരിക്കുക. മറന്നുപോയോ? എന്റെ ചേച്ചി ഇപ്പോഴും എന്റെ കൺമുന്നിൽ തന്നെയുണ്ട്.